എനിക്ക് മനോജ് രവിയിലേക്ക് കൂടി വളരെ വേഗം ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ മനോജ് രവി, ഇപ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ബജറ്റിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട് എന്നാണ് താങ്കൾക്ക് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ വായനയിൽ മനസ്സിലായത് എന്താണ്? കേരളത്തിൻ്റെ ബജറ്റ് പ്രഖ്യാപനവുമായി ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇന്ന് തുടങ്ങി വെച്ച ഒരു പദപ്രയോഗം തന്നെ സൺറൈസ് എക്കണോമി എന്നാണ്. അതൊരു വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കാണാവുന്ന ഒരു പദപ്രയോഗം. അപ്പോൾ അങ്ങനെ ഒരു സൺറൈസ് എക്കണോമിയിലേക്ക് വരണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവുന്നത് വരവും ചെലവും വലിയ വ്യത്യാസമില്ലാതെ വരവിനൊപ്പം തന്നെ ചിലവ് നടത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധ്യത കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരണം എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. പക്ഷേ നമുക്ക് ഈ ഇപ്പോഴത്തെ ബജറ്റിൽ നമുക്ക് 1,31,000 കോടി രൂപയുടെ റെസീറ്റ്സും 1,61,000 കോടിയുടെ എക്സ്പെൻഡിച്ചറുമുള്ള ഒരു ബജറ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ വലിയൊരു അന്തരമുണ്ട്. ആ ഒരു അന്തരം ഒരുപക്ഷെ ഒരു സൺറൈസ് എക്കണോമിയിലേക്ക് എത്തുന്നതിന് കുറച്ച് അധിക സമയം എടുത്തേക്കും എന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രധാനമായും നമ്മൾ വരുമാനം കൂടുന്നതിനാവശ്യമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തുകൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനസ്ഥിതി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ചെലവുകളിൽ അധികമായ ഒരു കുറവ് വരുത്തുക എന്നുള്ളത് അത്ര സാധ്യമല്ല. കാര്യം ഇപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയിൽ ഇന്ത്യയിൽ പുറകിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനാണെങ്കിലും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടാണെങ്കിലും പദ്ധതികളിലൂടെ നമുക്ക് വിഭവ സമാഹരണം ഉണ്ടാകണമെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുക തന്നെ വേണം. അതിന് പണം ആവശ്യമാണ്. പക്ഷേ വരുമാനം നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തക്ക രീതിയിലല്ല നമ്മുടെ പണം ചെലവഴിക്കൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായും നമ്മൾ കടമെടുത്ത് ചെലവാക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാലറി പെൻഷനൊക്കെ കൊടുക്കുന്നതിനുമൊക്കെയാണ് കൂടുതൽ. പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സിലേക്ക് നമ്മുടെ ബജറ്റിലുള്ള നിർദ്ദേശങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് അധികം ടാക്സിൻ്റെ ബേർഡൻ വരാത്ത രീതിയിലുള്ള ഒരു ബജറ്റ് എല്ലാ മേഖലകളിലും ഒന്ന് സ്പർശിച്ചു കൊണ്ടുള്ള ഒരു ബജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറേയധികം മേഖലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഇപ്പോൾ കാർഷിക മേഖലയാണെങ്കിലും ടൂറിസം മേഖലയാണെങ്കിലും ഒക്കെ നമുക്ക് വരുമാനം പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ കൊണ്ടുവരാവുന്ന മേഖലകളാണ്. കേരളത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയും അതിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുകയും വേണം. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ നമുക്ക് കടം വാങ്ങിക്കാനുള്ള സോഴ്സ് അല്ലെങ്കിൽ കടമെടുക്കാനുള്ള പരിധി ഒരുപാട് കവിഞ്ഞു പോയ ഒരു സംസ്ഥാനമാണ് കേരളം. അതെ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രീ മനോജ് രവി, ഇപ്പോൾ ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്നുള്ളത് കേരളത്തിന്റെ എക്കാലത്തെയും ഉള്ളൊരു പരാതി കൂടിയാണല്ലോ. ഇപ്പോൾ അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമുക്കറിയാം സുപ്രീം കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കടമെടുത്ത് എങ്ങനെയാണ് ഒരു മോശം മാനേജ്മെന്റിലേക്ക് പോയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയെ വളരെ മോശമായി കടമെടുപ്പ് ബാധിച്ചിട്ടുണ്ട് എന്ന് കൂടിയാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? കടമെടുത്ത് സമ്പദ്ഘടന വർദ്ധിപ്പിക്കൽ മാത്രമാണ് ഒരു സാധ്യതയെന്നില്ല. പക്ഷേ കടമെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കടം വാങ്ങിയാൽ അതിന് പ്രൊഡക്റ്റീവായി നമുക്ക് ഇൻകം ഏർണിംഗ് സോഴ്സുകളും കൂടി ഉണ്ടെങ്കിലാണ് ഒരുപക്ഷെ കടമെടുപ്പിന് കുറച്ചും കൂടി ഒരു സാങ്ക്ടിറ്റി ഉണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലായി ഇപ്പോൾ കിഫ്ബി ഒഴിച്ച് മറ്റുള്ള എല്ലാത്തരം ഡെറ്റുകളും നമ്മൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സാലറി പെൻഷനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കിഫ്ബി യഥാർത്ഥത്തിൽ ഒരു ഓഫ് ബഡ്ജറ്റ് ഐറ്റം ആയിരുന്നു. കിഫ്ബി അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടും ഒക്കെ ഒരു
ബജറ്റിന് വെളിയിലുള്ള ഒരു വെഹിക്കിളായിട്ട് നിർത്തിയിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതും കൂടി ബജറ്റിനുള്ളിലേക്ക് വന്നപ്പോഴാണ് മാഡം പറഞ്ഞതുപോലെ വളരെ വലിയൊരു പെർസെൻറ്റേജിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കിഫ്ബി വഴി നമ്മൾ എന്താണ് ബജറ്റിന് പുറത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് കൂടുതലായിട്ട് പണം കിട്ടുമായിരുന്നു കേന്ദ്ര പൂളിൽ നിന്ന്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഒരു വർഷത്തിൽ ഒരു 3% കൂടുതൽ കടമെടുക്കാനുള്ള ഒരു സാധ്യതയും കാണാൻ സ്ഥിതിക്ക് കടം കിട്ടാനുള്ള പരിധി എന്താണെങ്കിലും അത് കുറയുക തന്നെ ചെയ്യും. അപ്പോൾ കടം വാങ്ങിച്ച് ചിലവാക്കാനുള്ള സാധ്യത കുറയുന്ന സാഹചര്യത്തിൽ ഇൻകം കേരളത്തിൻ്റെ മറ്റു റിസോഴ്സുകളിലൂടെ ഉണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമം പ്ലാനുകളിലൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് ഒരുപക്ഷെ ഈ ബജറ്റിൽ സാധ്യതകൾ അധികമായി കണ്ട ഒരു ബജറ്റല്ല. പക്ഷേ വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ ചെറിയ തോതിലുള്ള ഒരു ഉണർവിനുള്ള ഒരു അലൊക്കേഷൻ ഉണ്ട്. പക്ഷേ സാധ്യതകൾ കൂടുതൽ കൊണ്ടുവരാവുന്ന മേഖലകളെ എക്സ്പ്ലോർ ചെയ്തതായി ഞാൻ ഈ ബജറ്റിൽ കാണുന്നില്ല.